അപ്പോൾ ഫ്രണ്ട്സ് നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലൈം ജ്യൂസാണ്. അപ്പോൾ എല്ലാവർക്കും ടോമോൾടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ് ഇതിനായിട്ട് നമുക്ക് 3 ഇൻഗ്രീഡിയൻസ് മതി. ഒന്ന് പഞ്ചസാര, പിന്നെ ചെറുനാരങ്ങ, 3 വേണ്ട, 2 മതി. പിന്നെ വേണ്ടത് നല്ല തണുത്ത വെള്ളമാണ്. അപ്പോൾ നമുക്ക് വേഗം പണിയിലേക്ക് പോവാം. അതിനായി ആദ്യം നമുക്ക് നാരങ്ങ എടുക്കുക, എന്നിട്ട് cut into small pieces. മുറി നാണങ്ങടത്തല്ലേ, മുറിഞ്ഞു. ഇതൊന്നും മുറിയാത്ത കത്തിയുടെ മൂർച്ച പോയി, അതാണ് മുറിയാത്തത്. അത് നമുക്ക് മറ്റേ ഗാർണിഷ് ചെയ്യാനാണ്, ഗ്ലാസ് ഗാർണിഷ് ചെയ്യാൻ. ഇത് സിമ്പിളായിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. അതിനായി ഇങ്ങനെ ഇട്ട് കട്ട് ചെയ്യാം. വേണ്ട ആണല്ലേ. അപ്പോൾ ഇനി ഇത് ഒരു വരയിട്ട് കൊടുക്കുക. എവിടെയെങ്കിലും ഒരു വര, പകുതി പീസായിട്ട് കട്ടാവാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാവർക്കും അറിയണ ടിപ്പാണ്, എന്നാലും ഞാൻ പറഞ്ഞു തന്നാ അറിയാത്തവരും ഉണ്ടെങ്കിൽ. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ജ്യൂസ് അടിക്കാൻ പാകത്തിനുള്ള മിക്സിയാണ്. അപ്പോൾ ഇതിലേക്ക് നാരങ്ങ, നമ്മൾ കട്ട് ചെയ്ത് വെച്ച നാരങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ മിക്സി പാനസോണിക്കിൻ്റെയാണ്, അതുകൊണ്ട് സുഖമായിട്ട് അരച്ചെടുക്കാം. പിന്നെ നമ്മൾ ഒരു ഇത്തിരി കൂടി നാരങ്ങ ഇടുന്നുണ്ട്. ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ ഞങ്ങൾക്ക് മധുരം കുറച്ച് മതി. പിന്നെ ഈ നാരങ്ങയ്ക്ക് ചെറിയൊരു പുളിപ്പ് ഇതുള്ള കാരണം കുറച്ചധികം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് ഈ ഒരു 1/2 ലിറ്ററിൻ്റെ ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് കൊടുക്കും. 1/2 ലിറ്റർ പകുതി പോയില്ലോ. ഇനി നമുക്ക് അടിച്ചിട്ട് വരാം. ഇതാണ് ഞാൻ പറഞ്ഞ പാനസോണിക്കിൻ്റെ മിക്സി. ഇതിനൊരു ചെറിയ സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറ് വെച്ചു, ജാറ് മര്യാദയ്ക്ക് കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് അടിയില്ല. ഇപ്പോൾ ഞാനിപ്പോൾ സ്വിച്ച് ഓൺ ആക്കിയിട്ടാണ് ഇട്ടേക്കണേ. ഇപ്പോൾ ഞാൻ 3rd ഇട്ടുട്ടാ, അടിയില്ല. പൾസിലിട്ടുട്ടാ, അടിയില്ല. ഫസ്റ്റിലിട്ടു, 2nd അടിയില്ല. ഇതാണ് ഈ മിക്സിയുടെ പ്രത്യേകത. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഈ ഭാഗത്തായിട്ടൊരു സ്വിച്ച് ഉണ്ടാവും. ഈ സ്വിച്ച് ഞെങ്ങിയാൽ മാത്രമേ ഈ മിക്സി അടിയുള്ളൂ. എങ്ങനെ നമ്മൾ മിക്സി വെച്ചു, അതായത് അരയ്ക്കണ ജാറ് വെച്ചു, എന്നിട്ടും നമ്മൾ ജാറിൻ്റെ മൂടി മര്യാദ കറക്റ്റായിട്ട് ഫിക്സ് ആയില്ലെങ്കിലും ഇത് അടിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ജാറിന് മൂടി വെച്ചിട്ടില്ല. ഇപ്പം നമ്മളിതാ സ്വിച്ച് ഓൺ തന്നെയാണ്, നമ്മളിതാ മിക്സി ഓണാക്കാൻ പോകണം. ഇപ്പോൾ പുറത്തേക്ക് തെറിക്കും. 1 2 3 സ്റ്റാർട്ട്. അയ്യോ, തെറിച്ചില്ല. ഇതാണ് ഇതിൻ്റെ സേഫ്റ്റി. ഇനി ഞാൻ ഇത് 1-ലിട്ട് വയ്ക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ അടപ്പെടുത്തിട്ട് അടച്ചു നോക്കുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ ഫസ്റ്റ് ഗിയറാ, ഫസ്റ്റിൽ ഡമ്പുമാണ്. നോക്കൂ, ഇത് ജ്യൂസ് അടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് അരിച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സ്പൂണ് നൈഫ് കൊടുത്ത് ചെയ്യണമെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്ക് അരിച്ചെടുക്കാം. ഈ ജ്യൂസ് ലൈം ജ്യൂസ് എന്തിനാ അരയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നാരങ്ങയുടെ തൊലി കളഞ്ഞിട്ടില്ലല്ലോ, അത് കാരണം നാരങ്ങയുടെ തൊലിയിലുണ്ടാവും, കുടിക്കുമ്പോൾ ടേസ്റ്റ് പോവില്ല.
ഇങ്ങനെ റൗണ്ടായിട്ട് നമുക്ക് അരിച്ചെടുക്കാം. ഇത് അങ്ങനെ അരിച്ചിതാ എത്ര വരെ ആക്കിയിട്ടുണ്ട്. ഇനിയും ഉണ്ടെങ്കിൽ നമ്മളിതാ നല്ല മാങ്ങ ജ്യൂസ് ഉണ്ടാക്കിയ മാതിരിയല്ല ഇതിൽ നമ്മൾ എത്രത്തോളം വെള്ളം ഒഴിക്കണ്ടോ അത്രത്തോളം നമുക്ക് കിട്ടും. മാങ്ങ ജ്യൂസിൽ ഓട്ടോമാറ്റിക്കലി വെള്ളം മറ്റേ മാങ്ങ വലിച്ചെടുക്കുന്നുണ്ട്. അതാണ് മാംഗോ ജ്യൂസിൻ്റെ റോ മാംഗോ ജ്യൂസ് ഉണ്ടാക്കിയതിൻ്റെ പ്രശ്നം ഉണ്ടായത്. നമുക്കിത് ഗാർണിഷ് ചെയ്തിട്ട് ഞാൻ അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ് ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഒന്ന് കുടിച്ചോട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഏറ്റവും കുടിച്ചോക്കിയത് ഇത് ശരിക്കും നല്ല നമ്മൾ വെയിലത്തു നിന്നൊക്കെ കയറി വരുമ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നല്ല റിഫ്രഷിങ് ഡ്രിങ്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു നല്ല റിഫ്രഷിങ് ഡ്രിങ്കാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ചെയ്ത് കൊടുക്കുക. 3 ഐറ്റംസ് ഉണ്ട്. 3 ഐറ്റംസ്. പിന്നെ നമ്മൾ തണുത്ത വെള്ളം ഉപയോഗിക്കണം. തണുത്ത വെള്ളം ഉപയോഗിച്ചില്ലെങ്കിൽ ആ ഒരു പവർ കിട്ടില്ല. അപ്പം എന്താ പറയുക, ഒരു വെയിലത്തു നിന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ കയറി വരുമ്പോൾ ആ ഒരു പവർ കിട്ടണമെങ്കിൽ ഈ നന്നായിട്ട് തണുപ്പിച്ച വെള്ളം വെച്ച് മാത്രം ഉണ്ടാക്കി നോക്കുക. അല്ലെങ്കിൽ സംഭവത്തിന് ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ അത്ര രസമായിരിക്കില്ല. പിന്നെ നമുക്ക് ഇതിൽ ഞാൻ നാരങ്ങ കുറച്ച് കൂടുതലിട്ട്, കാരണം കുറച്ച് ഫ്ലേവർ കൂടുതൽ കിട്ടും നാരങ്ങയുടെ. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാന്നുള്ള ഇത്. അപ്പോൾ എല്ലാവരും സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പോണേക്കാട് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, ബൈ.